നമസ്കാരം. നമസ്കാരം. അപ്പം ഏകദേശം 10,000 വേദികൾ പങ്കിട്ട ഒരു വ്യക്തിയാണ് വിവാഹം ചെയ്തത് അല്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു കുണുക്കിട്ട് വെച്ചിരുന്നു. കാരണം ഇത്രയും സ്റ്റേജസിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പ്രേമ വിവാഹമായിരിക്കുമല്ലോ. അതെ. അപ്പോൾ അതെങ്ങനെ, എവിടെ എന്നുള്ളൊരു കാര്യം നമ്മളും കൂടെ വന്നിട്ട് ചോദിക്കാമെന്ന് ചോദിച്ചു. ഞാൻ കള്ളം പറയുന്ന വെച്ചിട്ടാണ്. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലോ. ഫസ്റ്റ് നാടകത്തിൽ തന്നെ. ഫസ്റ്റ് നാടകത്തിൽ തന്നെ. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? അന്നൊരു 17 വയസ്സുണ്ട്. 17 വയസ്സ്. എങ്ങനെയായിരുന്നു സംഭവം? ഞാൻ അങ്ങോട്ടായിരുന്നു. എനിക്ക് പുള്ളിയുടെ രീതികളും ഒക്കെ ഇഷ്ടമായിരുന്നു. അല്ല, സൈലന്റ് ആണ്. എനിക്ക് ഒത്തിരി ബഹളം വെച്ച് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. പുള്ളി സൈലന്റ് ആയിരുന്നു. ട്രൂപ്പിൽ നല്ല ഒരു അച്ചടക്കം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ട് ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത്. പക്ഷെ പുള്ളി അതിൽ നിന്ന് എന്താണോ പുള്ളിക്ക് ഒഴിഞ്ഞു മാറി. സ്റ്റേജിൽ വെച്ച് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായല്ലോ, അതെന്താണ്? ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ഒരു പ്രധാന നടൻ പുള്ളി വയ്യാതെ കുഴഞ്ഞു. ഡയലോഗൊക്കെ ഒരുമാതിരി കള്ളു കുടിച്ച് പറയുന്ന പോലെയൊക്കെ ആയി. ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഇയാൾ മദ്യവെച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ പുള്ളിയുടെ അവസാന സമയങ്ങളായിരുന്നു അതിൻ്റെ വെപ്രാളവും നാക്കൊക്കെ കുഴഞ്ഞു പോയി പുള്ളിയുടെ. അങ്ങനെ പുള്ളിയുടെ ഭാഗം കട്ട് ചെയ്തിട്ടാണ് പിന്നെ കളിച്ചത്. പുള്ളിയെ ഒഴിവാക്കിയിരുത്തി വേറൊരു വണ്ടിയിൽ നാട്ടിലേക്ക് വിട്ടു. പോകുന്നതിനിടയിലേക്ക് എനിക്ക് തോന്നുന്നു കല്ലമ്പലത്ത് വെച്ചാന്ന് തോന്നുന്നു. അവിടെ വെച്ച് പുള്ളി മരിക്കുകയാണ്. എവിടെ വെച്ചിട്ടായിരുന്നു നാടകം? നാടകം തൃശ്ശൂർ ജില്ലയുടെ കിഴക്കൻ ഭാഗത്തായിരുന്നു. അദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന പേര്? KGP മേനോൻ. നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു. തലേന്നേ വയ്യ. ഞങ്ങള് പുതിയകാവ് കരുനാഗപ്പള്ളി നാടകം കളിച്ചപ്പോഴേ പുള്ളിക്ക് വയ്യ. പിന്നെ നാടകം എന്ന് പറയുമ്പോ നമുക്ക് ഒന്നും പറ്റില്ലല്ലോ. തന്നെയല്ല, ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞാൽ ജനം സമ്മതിക്കത്തില്ല. അവര് പെട്ടെന്ന് പ്രോഗ്രാം മാറ്റി വെക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ വിളിച്ചെന്തെങ്കിലും അസൗകര്യം പറഞ്ഞ അങ്ങനെ പിന്നെ തൃശ്ശൂരേക്ക് പോയി. അവിടെ വെച്ച് പിന്നെ തിരിച്ചു വിടേണ്ടി വന്നു. ഞങ്ങൾക്ക് പോലും കാണാൻ പറ്റിയില്ല. ഞങ്ങള് തുടർന്ന് അവിടെ നാടകം കളിച്ചു. അതാണ് ഒരു കലാകാരന്റെ അവസ്ഥ. അയ്യോ, കാരണം ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു വെക്കേഷൻ ആണെന്ന് മാത്രം കണ്ടാൽ മതി. ഓക്കെ, ഈ നമ്മുടെ ഒരു നാടകം കളിച്ചോണ്ടിരുന്നപ്പോഴേ നമ്മുടെ നാരദന്റെ വീണ പട്ടി എടുത്തോണ്ട് പോയിട്ടായിരുന്നില്ല. എന്താണ് സംഭവം? അത് ഓപ്പൺ സ്റ്റേജിലായിരുന്നു. ഒരു വയലിലാണ് സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള പുറകോട്ടുള്ള ഭാഗം വിജനമായി വെളിയായിട്ട് കിടക്കണം. വെളിയും പ്രദേശം പോലെ കിടക്കണം. ഓഡിയൻസിന് ആ പുറകിലുള്ള ഇതൊക്കെ കാണാം. നല്ല നിലാവുമുണ്ട്. ഈ സ്റ്റേജിൽ നാരദൻ അഭിനയിച്ചിട്ട് ഗ്രീൻ റൂമിൽ ഇരിക്കാതെ പുള്ളി വെളിയിൽ ഇറങ്ങിയിരുന്നു. നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് വെളിയിൽ കസേരയിട്ടിരുന്നു. വീണ സൈഡിൽ വെച്ചു. ഒരു കണ്ണേ കാണുള്ളൂ പുള്ളി. ഒരു സൈഡ് കാഴ്ചയില്ല. ഈ സൈഡ് കാഴ്ചയില്ല, ഈ സൈഡേ ഉള്ളൂ. അപ്പൊ പുള്ളി വീടി വലിച്ചു ആസ്വദിച്ചിരുന്നു. അപ്പൊ ഇത് തോലിന്റെ അംശമുണ്ട് ഈ വീണയ്ക്ക്. അപ്പൊ പട്ടി വന്ന് എടുത്തോണ്ട് സൈഡിൽ കൂടി പട്ടി എടുത്തോണ്ട് പോയി. പുള്ളി പുള്ളി കാണുന്നില്ല. കാഴ്ചയില്ലാത്തോണ്ട് പുള്ളി സമയമായി. പുള്ളി വീണ തപ്പിപ്പോണ്ട് പട്ടി അവിടെ കൊണ്ട് കടിച്ചു പറിക്കുന്നു. ജനം നോക്കുമ്പോ നാരദൻ പട്ടിയുടെ പുറകെ ഓടുക വീണ എടുക്കാനായിട്ട്. നാരദന്റെ ഒരു അവസ്ഥ കിട്ടിയില്ല. അത് കടിച്ചു പറിച്ചത് നശിപ്പിച്ചു. അയ്യോ, ബോംബെയില് നിങ്ങളൊരു നാടകം കളിച്ചപ്പോഴേ ഒരു വലിയ അനിഷ്ട സംഭവം ഉണ്ടായി. ബോംബെറിഞ്ഞു. എന്താണ് സംഭവം? അത് ഞങ്ങളുടെ ഫസ്റ്റ് നാടക. സ്റ്റേജിൽ ഞങ്ങൾ രണ്ടുപേരുമാണ്. അതിന്റെ പേര് വിഷസർപ്പത്തിന് വിളക്ക് വെക്കരുത്. പേര് തന്നെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് KPSC അല്ലേ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വേറൊരു വിഭാഗത്തിന് അത് ശരിയല്ലെന്ന് തോന്നിയിട്ട് അവിടെ നമ്മൾ കളിക്കുന്ന സ്റ്റേജിന്റെ അപ്പുറത്ത് ഇതുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്. അവിടെ കുറച്ച് പേര് തമ്പടിച്ചിട്ട് അപ്പൊ അവരെ സ്വാധീനിച്ച് അവിടെ കയറി പറ്റിയിട്ട് സ്റ്റേജിൽ നാടകം തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന സമയത്ത് ബോംബ് എറിഞ്ഞിട്ട് സ്റ്റേജിലേക്ക് വന്നില്ല, ഫ്രണ്ടിൽ വീണു. ഓഡിയൻസ് എല്ലാം ഇറങ്ങി ഓടി. കംപ്ലീറ്റ് ഇല്ല, അപകടമൊന്നും ഉണ്ടായില്ല ഭാഗ്യത്തിന്. അപ്പോഴത്തേക്ക് എവിടെ നാടകം കളിച്ചാലും പാർട്ടിയുടെ കുറച്ച് പേരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ അതിനകത്ത് ഈ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടായിരുന്നോ? അതോ
അതിനകത്ത് അങ്ങനൊന്നും ഇല്ല, വെറുതെ പറഞ്ഞുണ്ടാക്കിയ പേരാണ് വിഷയം. പേര് വിഷയമാണ്. അങ്ങനെ വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത്, അത് കേരളത്തിൽ കളിക്കാൻ അനുവദിച്ചില്ല എന്നാണ് അവിടെ പറഞ്ഞുണ്ടാക്കിയിരുന്നത്. എന്നിട്ട് പിന്നെ കറണ്ടൊന്നും ഇല്ലാതെ ഞങ്ങൾ പെട്രോൾ മാക്സ് കത്തിച്ചു വെച്ച് നാടകം ഫുൾ കളിച്ചു. ഏത് വർഷം ഇത്? അത് 85 തോന്നുന്നു. 85, 86, 86. പിന്നെ അതിനെ അതിജീവിച്ചത് NN പിള്ള സാറിന്റെ നാടകങ്ങളാണ്. പുള്ളി അതൊന്നും നോക്കാറില്ല. പുള്ളിക്ക് എന്ത് പറയാനുണ്ടോ അത് കൃത്യമായി പറയും. പിന്നെ കാബാലികയുടെ വേഷമായിരുന്നു ഞാൻ. ഹസ്ബൻഡ് അതിനകത്തൊരു പള്ളിയിലച്ഛന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. പള്ളിയിലച്ഛൻ മാത്രമേ വില്ലൻ അല്ലാതെ ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും വില്ലൻ. അതാണല്ലോ ആദ്യമേ പറഞ്ഞത്, എനിക്ക് മിതസംസാരിയും വില്ലനല്ലാത്ത ഒരാളിനെ വേണം, അതുകൊണ്ടാണ് ഞാൻ വിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പം പിള്ളസാറിനെ തോന്നിക്കാണും ഒരു മിതഭാഷി അച്ഛനായിട്ട്. എന്ത് പറയുന്നു പിള്ളസാറിനെ കുറിച്ച്? അയ്യോ, നമുക്കൊക്കെ കാണാൻ കിട്ടിയത് തന്നെ ഭാഗ്യം. അദ്ദേഹത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിനെ കുറിച്ച് പറയാനാണ്. പക്ഷെ എനിക്ക് സാറിനെ അത്ര പേടിയില്ലായിരുന്നു. എല്ലാവർക്കും സാറിനെ പേടിയാ. റിഹേഴ്സൽ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും 10 പ്രാവശ്യം വിജയരാഘവനോട് വരൂ. അതാ ഞാൻ പറയാൻ വന്നത്. എനിക്ക് കുട്ടൻചേട്ടനെയാ പേടി. കുട്ടൻചേട്ടനെ എനിക്ക് ഭയങ്കര പേടിയാണ്. അഭിനയിക്കാൻ കയറുന്നതിന് ഒരു 10 പ്രാവശ്യം ബാത്റൂമിൽ പോകും. അത്രയ്ക്ക് പേടിയാ എനിക്ക്. കാരണം പുള്ളി കളിയാക്കി കൊല്ലും. ഞഞ്ഞായിട്ട് എന്തെന്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ആരിയ്ക്കുന്നൊന്നും നോക്കത്തില്ല. അപ്പോഴും തന്നെ പുള്ളി പറയും. സാറ് പിന്നെ ദേഷ്യപ്പെടത്തേ ഉള്ളൂ. എനിക്ക് കളിയാക്കലാ സഹിക്കാൻ വയ്യാത്ത. കാബാലിക കളിക്കുമ്പോ എനിക്ക് പറ്റുന്നില്ല ആ ക്യാരക്ടർ. അന്ന് സാറ് മരിച്ചു കഴിഞ്ഞു അപ്പോഴത്തേക്ക്. അപ്പൊ കുട്ടൻചേട്ടൻ തന്നെയാണ് അതിന്റെ റിഹേഴ്സൽ. അതിനു മുമ്പ് കണക്ക് ചെമ്പകരാമൻ, അത് സാറായിരുന്നു അതിന്റെ ഡയറക്ഷൻ കംപ്ലീറ്റ് സാറായിരുന്നു. ഇത് കളിക്കുമ്പം എനിക്കതങ്ങ് ത്രൂ ഔട്ട് ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട കഥാപാത്രമല്ലേ, എനിക്ക് കയറുന്നില്ല. ഡയലോഗ് പഠിച്ചിട്ടോ കുട്ടൻചേട്ടൻ പറയുന്ന പോലെ എനിക്ക് വരുന്നില്ല. ഞാൻ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ചേട്ടനോട് നമുക്ക് പോവാം, നമുക്ക് വാങ്ങിച്ച അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് പോകാം, എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി പറഞ്ഞ് അങ്ങനെ നമ്മൾ പിന്മാറരുത്, നമ്മളെ പിന്മാറാൻ പുള്ളി പറഞ്ഞു തരുമല്ലോ, നമുക്ക് ശ്രമിക്കാം. അങ്ങനെ 4 മണിക്കൊക്കെ എന്നെ എഴുന്നേറ്റിരുന്ന് ഡയലോഗ് പഠിപ്പിക്കും. പക്ഷെ ആ നാടകം ഭയങ്കര സക്സസ് ആയി. 500-ൽ പരം നാടകം കളിച്ചു 2 വർഷമായി. 2 വർഷം. ഇതുവരെ പിന്നെ കുറേ സമിതികളിൽ പോയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമിതി എന്ന് കയ്യിൽ എണ്ണി പറയാൻ ഒരു 3-4 എനിക്ക് KPSC നിന്നപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളുടെ ഒരു കുടുംബം പോലെ. അതെ. പിന്നെ എനിക്ക് NN പിള്ള സാറിന്റെ സമിതിയിൽ അവിടെ തന്നെയാണ്, അവരുടെ വീട്ടിൽ തന്നെയാണ്. അവരോടൊപ്പം അവർക്കുണ്ടാക്കുന്ന ഫുഡാണ് നമുക്ക് തരുന്നത്. എല്ലാം നാടകത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ സമിതിയും ഫുഡിന്റെ കാര്യത്തിലും ബാക്കിയുള്ള അക്കോമഡേഷന്റെ കാര്യത്തിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടോ? എനിക്ക് NN പിള്ള സാറിന്റെ സമിതിയിലായിരുന്നപ്പോൾ അവിടുന്ന് തന്നെയായിരുന്നു. ബാക്കിയുള്ളിടത്ത് നമുക്ക് ചിലർ ബാറ്റ തരും, പുറത്ത് ഹോട്ടലുണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കാം. അല്ല ചിലർ അവിടെ തന്നെ വെച്ച് തരും, ആളെ നിർത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കി തരും. അങ്ങനെയാണ്.